എൻ്റെ പേര് മൈമോൺ. ഞാനിവിടെ ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. തിന്നക്കര ഐലൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമാണ്. ഇവിടുത്തെ ആളുകളുടെ താമസ സൗകര്യം വളരെ മോശമായ ഒരു താമസ സൗകര്യത്തിലാണ് ഇപ്പോൾ ഇവർ നിൽക്കുക. ഇവരുടെ വസ്തുക്കള് സെൻട്രൽ ഗവൺമെന്റിന്റെ ആളുകൾ, ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനിലുള്ള ആളുകൾ പിടിച്ചടക്കിയിട്ട് ഇവരോട് ഈ ഐലൻഡ് ഒഴിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾ എങ്ങോട്ടേക്ക് പോകും? പുതിയൊരു താമസ സ്ഥലം കണ്ടുപിടിക്കണം. അവരിവിടെ തേങ്ങ വലിച്ചും തെങ്ങിൽ നിന്ന് നീര എടുത്ത് ശർക്കര ഉണ്ടാക്കിയിട്ട് മീൻ പിടിച്ച് മീൻ ഉണക്കിയാണ് മത്സ്യബന്ധനമൊക്കെ നടത്തിയിട്ടാണ് ഇവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത്. അപ്പം ഇത്രയും വർഷങ്ങളായിട്ട് താമസിക്കുന്ന വ്യക്തികളെ നമ്മളൊരു സുപ്രഭാതത്തിൽ പറയാണ് അവരുടെ അടുത്ത് ഇവിടെ വിട്ടു പോകണമെന്ന് പറയുമ്പോൾ അവരെങ്ങോട്ട് പോകും? ശരിക്കും എല്ലാവരും ഈ സെൻട്രൽ ഗവൺമെന്റിലെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഈ പ്രശ്നങ്ങൾക്ക് എതിരെ എല്ലാവരും, ഈവൻ ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരും, ടൂറിസം ഡെവലപ്മെന്റ് ഇവിടെ വേണ്ടത് മെയിനായിട്ട് നല്ല നല്ല റോഡുകളാണ്, നല്ല നല്ല ഷോപ്പുകളാണ് വേണ്ടത്. ഇവർക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യമാണ് വേണ്ടത്. ഇലക്ട്രിസിറ്റി വേണം, നല്ല കുടിവെള്ളം ഇല്ലേ ഇവർക്ക് ഇവിടെ. അതെല്ലാം ചെയ്യാതെ കുറെ ഇവരുടെ ലാൻഡ് പിടിച്ചടുക്കി കുറെ ടെന്റ് സിറ്റി, പിന്നെ ഹൈദരാബാദിലുള്ള പ്രയാഗ എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് കൊടുത്തിട്ട് ഇവിടെ ടെന്റ് സിറ്റി നിർമ്മിക്കാണ്. പക്ഷെ ടെന്റ് സിറ്റി എടുക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വേണമായിരുന്നു അത് ചെയ്യാൻ. ടെന്റ് സിറ്റി എടുക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ആ ഏരിയയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെതിരെ ദയവ് ചെയ്ത് എല്ലാവരും പ്രതികരിക്കണം. ഇവർക്ക് വേണ്ട നീതി നൽകണം. സുപ്രീം കോടതി സ്റ്റേ ചെയ്ത ഭൂമി വരെ ഇവര് ആ സ്റ്റേ കൊടുത്ത ഭൂമിയെ സ്റ്റേക്ക് പോലും വില നൽകാതെ സ്റ്റേ തള്ളിക്കളഞ്ഞും കൊണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത്രയും നമുക്കൊരു ഗവൺമെന്റിന് ഒരു മിനിസ്ട്രി ലെവൽ അല്ലെങ്കിൽ ഒരു കോടതിയുടെ ഇതിനെ പോലും മാനിക്കാതെ ഇങ്ങനെ ഒരു പ്രവൃത്തി ഇവിടെ നടക്കാന്ന് പറയുമ്പോൾ അത് വളരെയധികം നമ്മളുടെ തന്നെ ഒരു ജനതയെ, നമ്മളെ ഇന്ത്യയിൽ നമ്മുടെ ഒരു യൂണിയൻ ടെറിട്ടറി ആയ ലക്ഷദ്വീപിൽ ഇങ്ങനെ സംഭവിക്കാന്ന് പറയുമ്പോൾ അത് നാളെ നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം. ഇവർക്ക് വേണ്ട സപ്പോർട്ട് നൽകണം. താങ്ക് യു.